ആനയും ആനവിശേഷവും തേടി നമ്മൾ അങ്ങ് ദൂരെ കണ്ണൂരിൻ്റെ മലയോരത്താണുള്ളത്. കരുവഞ്ചാലിലെ പുല്ലാട്ട് വക്കച്ചൻ ചേട്ടൻ്റെ വീട്ടിൽ ഒരു ആനയുണ്ട് എന്ന് അറിഞ്ഞ് വന്നതാണ്. നമുക്കിപ്പോൾ ആനയും ആനവിശേഷവും കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വക്കച്ചൻ ചേട്ടൻ്റെ വീട്ടിലെ കർണൻ എന്ന ആന. ഈ ആനയുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. കർണൻ എങ്ങനെയുണ്ട്? സുഖമാണോ? അപ്പോൾ വക്കച്ചൻ ചേട്ടൻ്റെ മകൻ ജോഷിത്തേട്ടനാണ് നമുക്ക് വിളിച്ചത്. ചേട്ടാ, എങ്ങനെ ഇവിടെ ആന എത്തി? എന്താണ് ആനയായിട്ട് നിങ്ങളുടെ ഒരു ബന്ധം, ഓർമ്മകളൊക്കെ എന്താ ശരിക്കും? ഞാനൊക്കെ ജനിക്കുന്നതിന് പോയിട്ട് ആനയുണ്ട് ഇവിടെ. പിന്നെ എൻ്റെ വല്യപ്പൻ്റെ ചാച്ചൻ മരിച്ചതാണ്. പിന്നെ ആന അന്നോട്ടൊരു കാലമാണ്. പിന്നെ തടിപ്പണിക്ക് വേണ്ടിയിട്ട് അന്ന് കൂപ്പ് മുറിക്കുന്ന സമയത്ത് മേടിച്ചതാണ്. പിടിയാനയാണ്, സുന്ദരി എന്ന് പറഞ്ഞൊരു പിടിയാനയാണ് മേടിച്ചത്. ആന ഒരു 10-20 വർഷം, നമ്മുടെ 25 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ആനകൾ മാറി വന്നപ്പോൾ ലാസ്റ്റത്തെ കർണനാണ്. ഇപ്പം ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകണം. എങ്ങനെയാണ് ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആന കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ട് ആളുകൾ വരാറുണ്ട് ഉത്സവത്തിന്? ഉണ്ട്. ആന നല്ല തിരക്കാന. ആളുകളൊക്കെ വരാറുണ്ടോ ഈ ആനയെ കാണാനൊക്കെ? ഉണ്ട്. ഞായറാഴ്ചകളിൽ കൂടുതൽ വരും. ചിലവ് ഭയങ്കരമായിരിക്കുമല്ലോ. അതെങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകുക? ശരിക്കും അതൊരു വലിയ വെല്ലുവിളിയാണോ? ഇല്ല, ആനയെ കൊണ്ട് അതിന് ചിലവ് നടക്കല്ലോ. ബാക്കി ഞങ്ങൾ പറമ്പിൽ നിന്നുള്ള മില്ലിൽ നിന്നുള്ള ആദായങ്ങളെ കൊണ്ട് ആന പോയി. അച്ഛനും ഇത് മോനും. അപ്പോൾ നമ്മൾ രാവിലെ കർണനുമായി ഇന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. കർണനൊപ്പം പാപ്പാൻ വിഷ്ണു ചേട്ടനുണ്ട്. വിഷേട്ടാ, കർണൻ എങ്ങനെയുണ്ട്? കുറുമ്പനാണോ? കുറുമ്പനൊന്നുമല്ല. കോവിഡ് സമയത്തുള്ള കുറുമ്പ് മാത്രം, എല്ലാ സമയത്തുള്ള കുറുമ്പും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും പറയണ പോലെ അത്ര വല്ല ഭീകര ജന്തും കാര്യങ്ങളൊന്നും അല്ല. ഇതേപോലെ ഒരു സ്നേഹമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇല്ല വേറെ. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ മുത്തായതുകൊണ്ട് പറയല്ല. ഇതിനെ കൊണ്ടെടുക്കണം. ഞാൻ പൊന്നെ ചക്കരയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടെടുക്കാറ്. എന്താ പറഞ്ഞാൽ ഈ ആന ആ രീതിയിൽ കൊണ്ടുവരുന്നാലേ കാര്യമുള്ളൂ. വാ, എന്തേ എടുക്കണേ? എന്നാ വാ, എടുത്തോ. തീറ്റയ്ക്ക് വേണ്ടിയാണ് ചോദിക്കണത്, കാര്യമാക്കണ്ട. എടുത്തോ. പുള്ളിക്ക് തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ പുള്ളി ചോദിക്കും. അങ്ങനെ മലയോരത്തെ കർണൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. മലയാളികൾക്ക് ആനയോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ കർണൻ്റെ ജീവിതവും. കണ്ണൂരിൽ നിന്നും ഷാജു സെന്തപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമി.